സച്ചു, നിവേദ, ദേവുട്ടൻ. അപ്പൊ നമ്മള് ക്യാമറമാൻ അച്ചു ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീടിന് നേരെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ റബ്ബർ തോട്ടമാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മയില് വരാറുണ്ട്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നല്ല മഴ പെയ്യാൻ പോവാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മയില് വന്നാണ് ഗൈസ്. ഇവിടെ റബ്ബർ തോട്ടമാണ്. റബ്ബറല്ലാണ്ട് പല ചെടികളും അവിടെയാണ്. ഇവിടെ തൊട്ടപ്പുറ പൈനാപ്പിൾ തോട്ടമാണ് ഗൈസ്. അപ്പുറം പൈനാപ്പിൾ തോട്ടം. അവിടെ നമ്മുടെ ബന്ദിപ്പൂ കൃഷിയാണ്. ഓണത്തിന് വേണ്ടി ബന്ദിപ്പൂ വിൽക്കാനായിട്ടുള്ള കൃഷിയാണ് നമ്മുടെ അസോസിയേഷൻ. ഗൈസ്, നമ്മുടെ പറമ്പാണ് കാണിക്കാൻ പോകുന്നത്. പറമ്പില് ഇവിടെയാണ് നമ്മുടെ കിണറൊക്കെ ഉള്ളത്. ആ കിണറ്റില് പുലിവാഹം അങ്ങനെ ടൈപ്പ് മീനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ പഴയ ഇവിടെ താറാവുണ്ടായിരുന്നു. അതിന് കുളമായിരുന്നു. പക്ഷെ അതിൽ നിറച്ച് തവള ചാടി താറാവൊക്കെ തട്ടിപ്പോയി. അങ്ങനെ ആ കുളവും പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കിണറ്റിൽ ഒരു മീനുകളൊക്കെ ഉണ്ട്. അവിടെ കിണർ നമുക്ക് കാണാം. ഇവിടെ ഈ പറമ്പിൽ കുറെ തേനീച്ചൊക്കെ ഒന്ന് തട്ടിയിട്ട് അപ്പം തട്ടി കിട്ടിയിട്ട് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കിണർ കാണാം. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ കിണർ. കണ്ടോ ഗൈസ്, നല്ല വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം എങ്ങാനും ഫോൺ ചാടിപ്പോയാലേ. ഗൈസ്, അവന്മാരൊക്കെ അവിടെ നിൽക്കുവാണ്. അവന്മാരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അവന്മാരെ കൂടി കൂട്ടിയിട്ട് ചാർലി ഇതായിട്ട് അങ്ങനെ പട്ടി ചാർലിന്നാ പേര്. നാടനാണ് ഗൈസ്. ക്രോസ് ആ നാടനും ജർമ്മൻ ഷെപ്പേർഡും. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം. വലിയ ഗ്രൗണ്ടാണ് ഗൈസ്. അതെ ഗൈസ്, വീട്ടിലൊരു മട്ടർഫ് പോലെയാണ് ഗൈസ്. യെസ് ഗൈസ്, നമ്മളുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. ഇത് പ്രകൃതി രമണീയമായ വഴിയാണ് ഗൈസ്. ചക്ക വരെ കിടക്കുന്നുണ്ട്. എന്റെ വീട്ടിലുള്ള ഗ്രൗണ്ടാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഇറങ്ങി പോകുന്ന ഒരു സ്റ്റെപ്പിലൂടെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോകാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ആളിച്ചിരി കലിപ്പനാണ്. ഇച്ചിരി ടെററാണ് ഗൈസ്. പക്ഷെ ആള് അഗ്രസീവ് ആണ്. ആള് ഇങ്ങനെ പാവാണ്. ആൾക്കാർ നിൽക്കുന്നിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. ആ സാറല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മള് വേനക്ക് കിളികൾക്ക് വെള്ളം കൊടുക്കുന്ന സ്ഥലം. നമ്മളിവിടെ കിളികൾക്ക് വെള്ളവും അതിനനുസരിച്ച് കൂടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മൺകൂട്. ഇവിടെയാണ് മാങ്ങയൊക്കെ എപ്പോഴും ഉണ്ടാവും. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. നല്ല തണുപ്പ് ഫീലൊക്കെ ആയിപ്പോ. ഗൈസ്, അപ്പൊ നമ്മൾ ഇതാണ് റംബൂട്ടാൻ. റംബൂട്ടാൻ ഇവിടെ ഉണ്ടായി തുടങ്ങണുള്ളൂ. മഞ്ഞ റംബൂട്ടാനാണ് ഇട്ടത്. ഇവിടെ ഇപ്പൊ റംബൂട്ടാൻ സീസൺ, പഴുത്ത് തുടങ്ങുന്ന സീസൺ അല്ലേ. അതുകൊണ്ട് ഉണ്ടായി വരുന്നുള്ളൂ. മൊത്തം പഴുത്തിട്ടില്ല. അവിടെ ഇവിടെ ഇച്ചിരി പഴുത്തിട്ടുള്ളൂ. മൊത്തം പറിക്കുമ്പോൾ അത് പറിക്കുന്ന വീഡിയോ നിങ്ങളുടെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഗപ്പി ടാങ്ക്. ഇതിൽ അത്യാവശ്യം കുറെ ഗപ്പീസൊക്കെ ഉണ്ട്. പല പല കളറുള്ള ഗപ്പീസാണ്. വേറെ ഗപ്പി ടാങ്കും ഉണ്ട് ഗൈസ്. അതിൽ വേറെ ടൈപ്പ് ഗപ്പീസാണ്. അത് ബക്കറ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കുറേ ഗപ്പീസുണ്ട്. നല്ല കളർ വാലൻ. ഞാൻ ഓരോരുത്തർ പിടിച്ച് കാണിക്കാം. പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, ചിലപ്പോഴാണ് കിട്ടുള്ളൂ. ആ ഗൈസ്, കയ്യിൽ ഗൈസ്. അപ്പം നമ്മൾ ഈ ഗപ്പീസിനെ പിടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. നല്ല ആഴമുള്ള ടാങ്കാണ്. പെട്ടെന്ന് പോകും. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇവിടെ ഇന്ന് പല ജലദോഷം പലതരം അസുഖങ്ങളും വരും. ഇത് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പുളിമരം. ഈ മരമാണ് ഇവിടുത്തെ അത്യാവശ്യം ഏറ്റവും വലിയ മരം. ഇതില് സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും ചരടങ്കോഴി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വേഴാപ്പിൽ തന്നെ ഇരിക്കുന്നത്. അത് ഇതിൽ നിറച്ചു കൂട് കിട്ടും. എന്നിട്ട് വിന്റർ ആകുമ്പോഴത്തേക്ക് അത് പോകും. അത് ദേശാടന പക്ഷിയാണ്. ഇത് വീട്ടിലെ മരമാണ്.
പണ്ട് തൊട്ടേ ഇവിടെ നിൽക്കുന്നതാ. അപ്പൊ ഇത് അത്യാവശ്യം പായലും മൂപ്പിലൊക്കെ ഉണ്ട്. അപ്പൊ നിൽക്കുന്ന ചെറിയ കാട് പിടിച്ച സ്ഥലത്താ. ക്ലീൻ ആക്കിയതാണ്, എന്നാലും പിന്നെയും കാട് കയറും. അപ്പൊ നമുക്ക് അടുത്ത വീടിലോട്ട് പോവാം. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് വരാം. ഇവിടെ സമ്മറിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായേ. ഇപ്പോഴും നിലത്തേക്കൂടൊക്കെ കുറെ കിടക്കുന്നുണ്ട്. വിന്നർ ആയപ്പോഴത്തേക്കും ഇതിന്റെ സീസൺ